Hello friends, welcome back to my channel AKB Pro. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു ലൈവ് പോകുമെന്നുള്ളതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Streamlabs OBS എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുവഴി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ലൈവ് പോകുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബിഗിനേഴ്സിന് എങ്ങനെ നമുക്ക് ലൈവ് പോകാം, അതായത് സാധാരണഗതിയിൽ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബർ കഴിയാതെ നമുക്ക് ലൈവ് പോകാൻ പറ്റില്ല. അപ്പോൾ 1000 സബ്സ്ക്രൈബർ തികയാതെ ഒരു 10-20 സബ്സ്ക്രൈബറൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ലൈവ് പോകാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക്കായി തന്നെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമുക്ക് Streamlabs OBS ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒപ്പേറെ പോവുക, എന്നിട്ട് Streamlabs എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും, streamlabs.com. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് Streamlabsൻ്റെ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം 240 MB വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് Streamlabs വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിനിമലായിട്ടുള്ള ഒരു വിൻഡോ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എല്ലാം ഒന്ന് പറഞ്ഞു പോകാം. ഇതാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണിക്കുന്ന വിൻഡോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതിനുള്ള വിൻഡോ ആണ് ഈ മിനി ഫീഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സീൻ വിൻഡോ, അതുപോലെ തന്നെ ഇത് നമ്മുടെ സോഴ്സ് വിൻഡോ. ഇത് നമ്മുടെ ഓഡിയോ ഒക്കെ കൺട്രോൾ ചെയ്യണതും ഒക്കെ വിൻഡോയാണ് ഈ ഒരു മിക്സർ എന്ന് പറഞ്ഞ ഒരു വിൻഡോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിനകത്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ പോവുക. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തി അത്യാവശ്യം നല്ല സെറ്റിങ്സൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് സെറ്റിങ്സിൽ തന്നെ ആദ്യം വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്ട്രീമിങ്ങിൽ ഈ ഒരു ഭാഗത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ വീഡിയോ ബിട്രേറ്റ് എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ നെറ്റിൻ്റെ ക്വാളിറ്റി, നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഈ ബിട്രേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ലാത്തൊരു ബിട്രേറ്റാണ്, നിങ്ങൾക്ക് ഒരു 720p സ്ട്രീമിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 3500 ബിട്രേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1080p ആണ് സ്ട്രീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 4000 to 6000 റേഞ്ച് വരെ കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു 5000 കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നിങ്ങളൊരു 100 MB/s പ്ലാനാണ്, നിങ്ങൾക്ക് 1080p 60 fps നിങ്ങൾക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ ഒരു 8000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 7000 കൊടുക്കുന്നത്. എൻ്റെ നെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ 7000 ബിറ്റ് റേറ്റിൽ നല്ലതാണ്. അടുത്തതായി എൻകോഡറാണ്. ഇവിടെ എൻകോഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ സെറ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ CPU ബേസ്ഡ് സ്ട്രീമിംഗ് ആണ്, ഇത് GPU ബേസ്ഡ് സ്ട്രീമിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ GPU ബേസ്ഡ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഹാർഡ്വെയർ NVEC ന്യൂ എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ കൊടുക്കാം, നിങ്ങളുടെ CPU അത്ര നല്ല പവറുള്ളതാണെങ്കിൽ. ഇപ്പോൾ എൻ്റെ CPU അത്യാവശ്യം പവറുള്ളതാണ്, എന്നാലും ഞാൻ ഗ്രാഫിക്സ് കാർഡിൻ്റെ എൻകോഡറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിങ്ങിന് നിങ്ങളുടെ പാത്തൊക്കെ സെറ്റ് ചെയ്യാം, എവിടെയാണ് നിങ്ങളുടെ ഫയൽ വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ക്വാളിറ്റി ഞാനിവിടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു MP4 ഫോർമാറ്റിലേക്കാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എൻകോഡറും ഉണ്ട്. ഏത് എൻകോഡർ വെച്ചിട്ടാണ്, CPU വെച്ചിട്ടാണോ GPU വെച്ചിട്ടാണോ നിങ്ങൾക്ക് ഇത് എൻകോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ സ്ട്രീമിങ്ങിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലാണ്. വീഡിയോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ബേസ് റെസൊല്യൂഷനും ഔട്ട്പുട്ട് റെസൊല്യൂഷനും. ഈ ബേസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോണിറ്ററിൻ്റെ റെസൊല്യൂഷനാണ് ഇവിടെ നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഏത് ക്ലാരിറ്റിയിൽ, ഇപ്പോൾ 480pയിലാണോ 720pയിലാണോ 1080pയിലാണോ ഏത് റെസൊല്യൂഷനിലാണ് നമ്മൾ സ്ട്രീം ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1920 x 1080p ഈ ഒരു പിക്സലിലാണ്, ഈ റെസൊല്യൂഷനിലാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 1080p റേഞ്ചിലുള്ള സ്ട്രീമിംഗ് ആണ്. അതുപോലെ തന്നെ എൻ്റെ മോണിറ്ററിൻ്റെ ഒരു റെസൊല്യൂഷനാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് ഇവിടെ FPS ആണ്. ഞാനിവിടെ കോമൺ FPS ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ FPS എത്ര FPSയിലാണ് സ്ട്രീം ചെയ്യേണ്ടത്, ഇപ്പോൾ 29.97 അതോ 60 FPSയിലാണോ, അത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള FPSയിൽ. ഞാൻ 30 FPSയിലാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 60 FPSയിലാണ് ഇവിടെ സ്ട്രീം ചെയ്യുന്നത് 1080p. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതായി അഡ്വാൻസിലേക്കാണ്. അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് വരിക. അപ്പോൾ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ കാണും, അതിൻ്റെ താഴത്തേക്ക് വരുവാണെങ്കിൽ ലോ ലേറ്റൻസി മോഡ് എന്നുണ്ടാവും. ഇത് എപ്പോഴും നമ്മൾ ഓണാക്കി തന്നെ ഇടുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഫോണിൽ നിന്നൊരു ഹായ് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലൈവിൽ എനിക്കത് നേരത്തെ കിട്ടും.
പക്ഷേ ഞാൻ ആ ഹായ്ക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് അത് സ്ട്രീം ചെയ്ത് എത്തണമെങ്കിൽ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിലേ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ലോ ലേറ്റൻസി മോഡ് ഓണാക്കി ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മെയിൻലി ഓണാക്കി ഇടുന്നത്. ഇത് ഓണാക്കി തന്നെ ഇടുക. ഇത് ഓണാക്കി ഇടുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, അടുത്ത ഞാൻ പറയാൻ പോകുന്ന റിമോട്ട് കൺട്രോളാണ്. ഈ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ലൈവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ സ്ട്രീം ഡെക്ക് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് ഈ ഒരു QR കോഡ് വെച്ച് നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സെറ്റിങ്സിൽ ഇനി ഡൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഓരോ സീൻ ആഡ് ചെയ്തിട്ട് ഓരോ സോഴ്സ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ന്യൂ സീൻ ഒരു പുതിയൊരു സീനുണ്ട്. ഇപ്പോൾ ഞാൻ അതിനകത്തല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പുതിയൊരു സീൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ആഡ് എ ന്യൂ സീൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ സീൻ എന്തെങ്കിലും നെയിം കൊടുക്കാം. ഞാനിവിടെ എന്താ പറയുക, ഞാനിവിടെ വാർ സോൺ എന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വാർസോണിൻ്റെ ഒരു സീൻ വന്നു. ഇനി ആ വാർസോണിനകത്ത് നമ്മുടെ ഡിസ്പ്ലേ ക്യാപ്ചറും ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ക്യാപ്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം ഗെയിം കളിക്കുന്നവരാണെങ്കിലും ഗെയിം ക്യാപ്ചറിൽ ഡിസ്പ്ലേ ക്യാപ്ചറിലേക്ക് പോകാൻ നോക്കുക. കാരണം ചില ഗെയിമൊന്നും ഇത് ക്യാപ്ചർ ചെയ്യുന്നൊന്നും വരില്ല. അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ മാക്സിമം ക്ലിക്ക് ചെയ്യാൻ നോക്കുക. ആഡ് സോഴ്സ് ഇതും നമുക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ട, നമ്മൾ കൊടുത്ത പോലെയൊക്കെ തന്നെയാണ്. ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ ആഡായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മൈക്ക് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഡ് സോഴ്സ് കൊടുക്കുക. ആഡ് സോഴ്സ് ഇവിടെ ഡിഫോൾട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മൈക്ക് സെലക്ട് ചെയ്താണ് എൻ്റെ മൈക്ക് വരുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു, ഡണ്ണ് കൊടുത്തു. അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറും ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മൈക്ക് അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറിൽ ഇവിടെ ഇങ്ങനെ ഒരു ലെവൽ കൂടി കുറഞ്ഞും വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന കാരനാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ സീൻ ആഡ് ചെയ്തു, അതുപോലെ തന്നെ സോഴ്സും ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ലൈവ് പോകണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ഔട്ട്പുട്ട് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾ മൊബൈലിൽ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്ട്രീം ഡെക്ക് എന്ന് പറഞ്ഞ ആപ്പും കൊണ്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഡ്യുവൽ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വിൻഡോ നിങ്ങളുടെ സെക്കൻഡ് ഡിസ്പ്ലേയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ലൈവ് പോവാം. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ മോണിറ്ററിൽ നിങ്ങൾക്ക് ഗെയിമും കളിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വെബ് ക്യാം വെച്ചാണ് ലൈവ് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഒരു സിമ്പിൾ എങ്ങനെയാണ് ലൈവ് പോകുന്നതെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗോ ലൈവ് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് ലൈവ് പോകണമെന്നൊന്നുമില്ല. ഇതിനും കുറേ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ യൂട്യൂബിൽ ഏത് രീതിയിലാണ് നിങ്ങളുടെ ടൈറ്റിൽ വരേണ്ടതെന്നാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് പ്രൈവസി, നിങ്ങൾ പബ്ലിക്കായിട്ടാണോ അൺലിസ്റ്റഡ് ആയിട്ടാണോ പ്രൈവറ്റ് ആയിട്ടാണോ ലൈവ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലൈവ് പോകണമെങ്കിൽ അൺലിസ്റ്റഡ് ഇട്ട് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈവ് പോയി നോക്കുക. എങ്ങനെയുണ്ട് ലൈവ്, ആരും കാണാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്ങനെയുണ്ട് ലൈവ്, എങ്ങനെ ലൈവ് പോകണമെന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അൺലിസ്റ്റഡോ പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് നിങ്ങൾക്ക് ലൈവ് പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നോർമൽ രീതിയിൽ പബ്ലിക്കാക്കി ഇട്ടിട്ട് ലൈവ് പോവാം. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് പബ്ലിക്കിൽ നിന്ന് തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാറ്റഗറി ഇവിടെ ഗെയിമിംഗ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഗെയിമാണ് ഞാൻ ലൈവ് പോകുന്നത്. ഇവിടെ തമ്പനയിൽ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസിൽ നിന്ന് തമ്പനയിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യണില്ല. ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഞാൻ തമ്പനയിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രീം ലേറ്റൻസി. ഇവിടെ നമുക്ക് ലേറ്റൻസി കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ നോർമൽ ലേറ്റൻസി ഉണ്ട്, ലോ ലേറ്റൻസി ഉണ്ട്, അൾട്രാ ലോ ലേറ്റൻസി ഉണ്ട്. അപ്പം ഞാനിവിടെ മാക്സിമം നിങ്ങളോട് പറയുന്നത് അൾട്രാ ലോ ലേറ്റൻസി കൊടുക്കാനാണ്. കാരണം അത് ഏകദേശം 1-2 സെക്കൻഡിൻ്റെ ഡിലേ മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ലൈവ് ചെയ്ത് പോയപ്പോഴും ലൈവ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഞാൻ 1-2 സെക്കൻഡിൻ്റെ വ്യത്യാസം മാത്രമേ അതിനകത്ത് വന്നിട്ടുണ്ടായുള്ളൂ. അപ്പോൾ മാക്സിമം അൾട്രാ ലോ ലേറ്റൻസി കൊടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ ആൻഡ് ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൽ ലൈവ് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ കൺഫർമേഷൻ ആൻഡ് ഗോ ലൈവ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ ക്ലോസ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ഒരു സെക്ഷനെക്കുറിച്ച് വീഡിയോ ഇറക്കണമെങ്കിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ലൈവ് പോകാമെന്നാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നത്, ഒരു എക്സ്റ്റേണൽ എൻകോഡർ ഉപയോഗിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സ്ട്രീം ലാബ്സ് OBSൻ്റെ ട്യൂട്ടോറിയൽ. മാക്സിമം ചെറുതാക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളാക്കിയിട്ട് ഒരു ബിഗിനറിനെ എങ്ങനെ ഒരു സിമ്പിൾ രീതിയിൽ ലൈവ് പോകാം. ഒത്തിരി എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത്
തീമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണില്ല. തീമിൻ്റെ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇറക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് എങ്ങനെ സിമ്പിളായ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലൈവ് ആവുമെന്നാണ്. ഇപ്പോൾ ഗോ ലൈവ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു സെറ്റിങ്സും ഉണ്ട്. ആ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് സ്ട്രീം ലാബ്സ് OBSൻ്റെ ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺ.